ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. PSC ബേസിക്സിൽ ഇനി മുതൽ ഡെയിലി കറണ്ട് അഫയേഴ്സ് തരാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ്. അതായത് വരുന്ന എല്ലാ PSC പരീക്ഷകൾക്കും ഉപയോഗപ്രദമായ രീതിയിലാണ് ഈ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ കറണ്ട് അഫയേഴ്സ് വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാത്രമല്ല, നമ്മുടെ ടെലഗ്രാം ചാനൽ വഴി ഇന്ന് നിങ്ങൾക്ക് തരുന്ന ക്ലാസ് ബേസ് ചെയ്തിട്ടുള്ള നോട്ട്സും അത് ബേസ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ ടെലഗ്രാം ചാനലിൽ കൂടി ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ് കറണ്ട് അഫയേഴ്സ്. കറണ്ട് അഫയേഴ്സിൻ്റെ ഓരോ പരീക്ഷയ്ക്കും വ്യത്യസ്തമാണ് മാർക്ക്. അപ്പോൾ എന്തായാലും ആ മാർക്ക് ഒരു മാർക്ക് പോലും നഷ്ടമാകാത്ത രീതിയിൽ നമുക്ക് പഠിച്ചെടുക്കാം. ഇന്ന് ജനറൽ ആയിട്ട് കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സും പഠിക്കും. ഇന്ന് ഡിസംബർ 2022 ഏറ്റവും പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം: കേരളത്തിലെ മന്ത്രിസഭാ തീരുമാനമനുസരിച്ച് 2022-23 അധ്യയന വർഷത്തിൽ എയ്ഡഡ് ഹൈസ്കൂളിലെ അധ്യാപക വിദ്യാർത്ഥി അനുപാതം എത്രയാകും? 1:40. അതായത് 40 കുട്ടികൾക്ക് ഒരു ടീച്ചർ എന്ന നിലയിലാകും എയ്ഡഡ് ഹൈസ്കൂളിലെ അധ്യാപക വിദ്യാർത്ഥി അനുപാതം 2022-23 അധ്യയന വർഷത്തിലേക്ക്. കാര്യം ക്ലിയർ ആയല്ലോ? ദെൻ മുംബൈയിലെ ധാരാവി പുനർവികസന പദ്ധതി 50 പ്രകാരം 5069 കോടി രൂപയ്ക്ക് നേടിയത് ആരാണ്? എന്താണ് മുംബൈയിലെ ധാരാവിയെ പറ്റിയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അവിടുത്തെ പുനർവികസന പദ്ധതി 5069 കോടി രൂപയ്ക്ക് നേടിയത് ആദാനി ഗ്രൂപ്പാണ്. ആദാനി ഗ്രൂപ്പ്. മഞ്ഞിൽ കുഴിച്ചിട്ടിരുന്ന് 48,500 വർഷം പഴക്കമുള്ള സോംബി വൈറസിനെ ഏത് രാജ്യത്തെ ശാസ്ത്രജ്ഞരാണ് പുനരുജ്ജീവിപ്പിച്ചത്? ഈ സോംബി വൈറസിനെ ഇത്രയും നാൾ, അതായത് 48,500 വർഷം മുമ്പ് വരെ അത് മഞ്ഞിൽ കുഴിച്ചിട്ടിരുന്നു. ഇപ്പോൾ അത് പുറത്തെടുത്തു, പുനരുജ്ജീവിപ്പിച്ചു. ഇത് ഏത് രാജ്യത്തെ ശാസ്ത്രജ്ഞരാണ്? റഷ്യയിലെ ശാസ്ത്രജ്ഞരാണ്. ദെൻ 2022 മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ച ബാഡ്മിന്റൺ താരമാണ് HS പ്രണോയി. ഇത് പരീക്ഷയ്ക്ക് മുന്നേ ചോദിച്ചിട്ടുണ്ട്. HS പ്രണോയി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നിലവിലെ ഇന്ത്യയിലെ ഏറ്റവും നല്ലൊരു ബാഡ്മിന്റൺ താരമാണ് HS പ്രണോയി. അപ്പോൾ 2022 മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? HS പ്രണോയ്ക്കാണ്. 2022 മിസ് എർത്ത് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് മീന സൂയി ചോയി ആണ്. അപ്പോൾ മിസ് എർത്ത് ആണ്. എർത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? ഭൂമിയാണ്. ഭൂമിയിൽ സൂചി പോയെന്ന് പഠിച്ചാൽ ഓർമ്മിച്ചിരിക്കാൻ പറ്റും. എർത്തിൽ സൂചി പോയി. അപ്പോൾ മീന സൂയി ചോയി ആണ് 2022 മിസ് എർത്ത് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ എന്താണ് നമ്മുടെ മിസ് എർത്ത് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്? സൂചി പോയി. ആരാണ് സൂചി പോയത്? മീന സൂയി ചോയി. അപ്പോൾ ഓപ്ഷൻ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഓർമ്മിച്ചെടുക്കുക. 2022 മിസ് എർത്ത് ആയത് ആരാണ്? മീന സൂയി ചോയി ആണ്. നെക്സ്റ്റ്, പ്രപഞ്ചത്തിലെ ആദ്യകാല നക്ഷത്രങ്ങളെക്കുറിച്ചും ഗാലക്സികളെക്കുറിച്ചും സൂചന നൽകിയ ഇന്ത്യയുടെ റേഡിയോ ടെലസ്കോപ്പ് ഏതാണ്? പ്രപഞ്ചത്തിലെ ആദ്യകാല നക്ഷത്രങ്ങളെക്കുറിച്ചും ഗാലക്സികളെക്കുറിച്ചും സൂചന നൽകിയ ഇന്ത്യയുടെ റേഡിയോ ടെലസ്കോപ്പാണ് സരസ് 3. ഏതാണ്? സരസ് 3 എന്നത്. ഉത്തരാഖണ്ഡില് ഇന്ത്യയും USA തമ്മിലുള്ള ഏത് സംയുക്ത സൈനിക അഭ്യാസത്തെക്കുറിച്ചാണ് ചൈന ആശങ്ക പ്രകടിപ്പിച്ചത്? എന്താണ്? ഉത്തരാഖണ്ഡിൽ നടന്ന ഇന്ത്യയും USA തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് ഏത്? അത് നമ്മുടെ യുദ്ധ അഭ്യാസ്. ഏതാണ്? യുദ്ധ അഭ്യാസ്. ഈ ചോദ്യം 2-3 തരത്തിൽ ചോദിക്കാം. യുദ്ധ അഭ്യാസ് ആരൊക്കെ തമ്മിലുള്ള സൈനിക അഭ്യാസമാണ്? ആരൊക്കെ തമ്മിലുള്ളതാണ്? ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സൈനിക അഭ്യാസമാണ് ഏത്? യുദ്ധ അഭ്യാസ്. യുദ്ധ അഭ്യാസ് സംയുക്ത സൈനിക അഭ്യാസം നടന്ന സംസ്ഥാനം ഏത്? ഉത്തരാഖണ്ഡില്. ഈ ഒരു അഭ്യാസത്തെ കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ച രാജ്യം ഏത്? ചൈന. ഓക്കെ. കേരള ഹൈക്കോടതിയുടെ ഏറ്റവും പുതിയ ഉത്തരവ് പ്രകാരം ഹെൽത്ത് കെയർ പ്രൊഫഷണലുകൾക്കെതിരായ ഏതെങ്കിലും ആക്രമണത്തിൽ FIR രേഖപ്പെടുത്താൻ പരമാവധി സമയം എത്രയാണ്? എന്താണ്? കേരള ഹൈക്കോടതിയുടെ ഏറ്റവും പുതിയ ഉത്തരവാണ്. ഹെൽത്ത് കെയർ പ്രൊഫഷണലുകൾക്കെതിരായ എന്തെങ്കിലും ആക്രമണത്തിൽ FIR രേഖപ്പെടുത്താൻ പരമാവധി സമയം എന്ന് പറഞ്ഞാൽ
1 മണിക്കൂറാണ്. 1 മണിക്കൂറിനുള്ളിൽ ഈ എന്തെങ്കിലും ഹെൽത്ത് കെയർ പ്രൊഫഷണലുകൾക്കെതിരായിട്ട് എന്തെങ്കിലും ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ FIR രേഖപ്പെടുത്താൻ സാധിക്കും. ദെൻ കലാമണ്ഡലം വാസു പിഷാരടി, ഇദ്ദേഹം ഈയിടയ്ക്ക് അന്തരിച്ചു. ഇദ്ദേഹം ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളി കലാകാരനാണ് കലാമണ്ഡലം വാസു പിഷാരടി. G20 അധ്യക്ഷ സ്ഥാനം ഔദ്യോഗികമായി ഇന്ത്യക്ക് കൈമാറിയ രാജ്യം ഇന്തോനേഷ്യയാണ്. അതായത് 2023 G20 വേദിയാകുന്നത് ഏതാണ്? അത് ഇന്ത്യയാണ്. അപ്പൊ ഇന്ത്യക്ക് ഇത്രയും നാൾ അധ്യക്ഷതയായിട്ടിരുന്നത് ഇന്തോനേഷ്യയാണ്. അവർ അവിടെ നിന്ന് കൈമാറി. അപ്പൊ ഈ G20 പറ്റിയിട്ട് കുറച്ച് കാര്യമായിട്ട് നമുക്ക് പഠിക്കണം. അപ്പൊ അത് നമുക്ക് ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇപ്പൊ പഠിച്ചു വെക്കാനുള്ള എന്താണ്? G20 അധ്യക്ഷ സ്ഥാനം ഔദ്യോഗികമായി ഇന്ത്യക്ക് കൈമാറിയ രാജ്യം അതേതാണ്? അത് ഇന്തോനേഷ്യയാണ്. ദെൻ നിലവിലെ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? നിലവിലെ നാഷണൽ ബാക്ക്വേർഡ് കമ്മീഷന്റെ ഔദ്യോഗിക അധ്യക്ഷൻ ആരാണ്? ഹാൻസ് രാജ് ആഹിറാണ്. ആരാണ്? ഹാൻസ് രാജ് ആഹിറാണ്. അപ്പൊ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരൊന്നും ഹാൻസ് വെക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹാൻസ് രാജ് ആഹിറിനെ കൊണ്ടുവന്നെന്ന് പഠിച്ചു വെച്ചാൽ മതി. ഹാൻസ് രാജ് ആഹിർ ആരാണ്? നിലവിലെ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ അധ്യക്ഷനാണ് ഹാൻസ് രാജ് ആഹിർ. 2022 വിജയ് ഹസാരെ ട്രോഫി ജേതാക്കൾ സൗരാഷ്ട്രയാണ്. 2022 വിജയ് ഹസാരെ ട്രോഫി ജേതാക്കൾ ഏതാണ്? സൗരാഷ്ട്ര. 2022 ഡിസംബറിൽ കാഴ്ച പരിമിതരുടെ 3ാമത്തെ ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയായ രാജ്യം ഇന്ത്യ. ഈ വേദിയായ രാജ്യത്ത് തന്നെ നമ്മുടെ കാഴ്ച പരിമിതരുടെ ക്രിക്കറ്റ് വിജയം നേടിയതും ആരാണ്? ഇന്ത്യൻ ടീമാണ്. 2022 ഒട്ടക മത്സരത്തിൽ വേദിയായ രാജ്യം, ഒരു ക്ലൂ തരാം, ഖത്തർ. ഫിഫയാണ്. ഫിഫ വേൾഡ് കപ്പ് നടന്നത് എവിടെയാണ്? ഖത്തറിലാണ്. 2022 ഒട്ടക മത്സരത്തിന് വേദിയായതും എവിടെയാണ്? ഖത്തറാണ്. ഫേഷ്യൽ റിക്കഗ്നിഷന്റെ അടിസ്ഥാനമാക്കി, ഫേഷ്യൽ റിക്കഗ്നിഷൻ എന്ന് വെച്ചാൽ നമ്മുടെ മുഖ പരിശോധന വെച്ചിട്ട്, അതായത് നമ്മുടെ ഫേഷ്യൽ ഐഡന്റിഫിക്കേഷൻ വെച്ചിട്ട് എയർപോർട്ടുകളിൽ യാത്രക്കാരെ തടസ്സമില്ലാത്ത പ്രോസസ്സിംഗ് നേടുന്നതിന് ആരംഭിച്ച പുതിയ പദ്ധതിയാണ് ഡിജി യാത്ര. അപ്പൊ ഡിജി യാത്ര എന്താണ്? ഫേഷ്യൽ റിക്കഗ്നിഷൻ അടിസ്ഥാനമാക്കി എയർപോർട്ടുകളിൽ യാത്രക്കാരെ തടസ്സമില്ലാത്ത പ്രോസസ്സിംഗ് നേടുന്നതിന് ആരംഭിച്ച പുതിയ പദ്ധതിയാണ് ഏത്? ഡിജി യാത്ര. 2022 ഡിസംബറിൽ പൊട്ടിത്തെറിച്ച സെമേരു അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഇന്തോനേഷ്യയാണ്. 2022 ഡിസംബറിൽ പൊട്ടിത്തെറിച്ച സെമേരു അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇന്തോനേഷ്യ. മറക്കരുത്, സെമേരു അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്തോനേഷ്യയിലാണ്. കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ കീഴിൽ ഡിജിറ്റൽ പാർക്ക് നിലവിൽ വരുന്നു. അതെവിടെയാണ് വരുന്നത്? തിരുവനന്തപുരത്താണ്. കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ കീഴിൽ ഒരു ഡിജിറ്റൽ പാർക്ക് നിലവിൽ വരുന്നു. ഇത് വരുന്നത് തിരുവനന്തപുരത്താണ്. 2022 ന്യൂയോർക്ക് ഫിലിം ക്രിട്ടിക്കൽ അവാർഡ്, ഫിലിം ക്രിക്കറ്റ് അവാർഡല്ല, ക്രിട്ടിക്കൽ അവാർഡാണ്. ഇത് ലഭിച്ച മികച്ച സംവിധായകൻ SS രാജമൗലിയാണ്. ഫിലിം ക്രിട്ടിക്സിന്റെ അവാർഡ്, സർക്കിൾ അവാർഡ് ലഭിച്ച മികച്ച സംവിധായകനുള്ള അവാർഡാണ് SS രാജമൗലിക്ക് ലഭിച്ചത്. 2022 ഡിസംബറിൽ വില്യം രാജകുമാരന്റെ എർത്ത് ഷോട്ട് പുരസ്കാരം, ഇതൊരു പരിസ്ഥിതി നോബൽ പ്രൈസ് പോലെയാണ്, ഇത് പരിസ്ഥിതി സമ്മാനമാണ് എർത്ത് ഷോട്ട് പുരസ്കാരം. ഈ പുരസ്കാരത്തിന് അർഹമായ ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ആണ് KT. ഏതാണ്? KT. മറക്കരുത്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. വില്യം രാജകുമാരന്റെ എർത്ത് ഷോട്ട് പുരസ്കാരത്തിന് അർഹമായ ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ആണ് KT. ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ ചെയർപേഴ്സൺ, നിലവിലെ ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ ചെയർപേഴ്സൺ ഒരു പ്രത്യേകത ഉണ്ട്. പുള്ളിക്കാരൻ കരണ്ടി യൂസ് ചെയ്യും. എന്താണ് കരണ്ടി യൂസ് ചെയ്യുന്നത്? രാജീവ് എൽ കരണ്ടിക്കർ ആണ്. അപ്പൊ കരണ്ടി യൂസ് ചെയ്തിട്ടാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ, കരണ്ടി എന്ന് വെച്ചാൽ എന്താണ്? സ്പൂണാണ്. അപ്പൊ ഈ കരണ്ടി വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ, പടമൊക്കെ വരച്ച് കണക്കൊക്കെ എടുക്കുന്നത്. അപ്പൊ രാജീവ് എൽ കരണ്ടിക്കർ ആണ് ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ ചെയർപേഴ്സൺ. 2022 ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ വേർഡ് ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുത്തത് വാക്ക് ഏതാണ്? 2022 ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ വേർഡ് ഓഫ് ദ ഇയർ തിരഞ്ഞെടുത്ത വാക്കാണ് ഗോബ്ലിൻ മോഡ്. ഏതാണ്? ഗോബ്ലിൻ മോഡ് ആണ് 2022 ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ വേർഡ് ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുത്തത്. ഗോബ്ലിൻ മോഡ്.
ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രത്യേക മന്ത്രാലയം ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏത്? ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടൊരു മന്ത്രാലയം ആരംഭിച്ചു, അതാണ് മഹാരാഷ്ട്ര. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രത്യേക മന്ത്രാലയം ആരംഭിച്ച ആദ്യ സംസ്ഥാനമാണ് നമ്മുടെ മഹാരാഷ്ട്ര. ദെൻ 2022 ലോക മണ്ണ് ദിനത്തിന്റെ പ്രമേയം എന്താണ്? സോയിൽ വെയർ ഫുഡ് ബിഗിൻസ് എന്നതാണ്. എന്താണ് സോയിൽ? മണ്ണ്, അവിടെ നിന്നാണ് ഫുഡ് ബിഗിൻ ചെയ്യുന്നത്. അതാണ് 2022 ലോക മണ്ണ് ദിനത്തിന്റെ പ്രമേയം. എന്നാണ് നമ്മൾ ലോക മണ്ണ് ദിനം ആചരിക്കുന്നത്? ഡിസംബർ 5-നാണ്. ഡിസംബർ 5 എല്ലാ വർഷവും ലോക മണ്ണ് ദിനമാണ്. വേൾഡ് സോയിൽ ഡേ ആണ്. ഇപ്രാവശ്യത്തെ 2022 ലോക മണ്ണ് ദിനത്തിന്റെ പ്രമേയം സോയിൽ വെയർ ഫുഡ് ബിഗിൻസ് എന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗോൾഡ് ATM നിലവിൽ വരുന്നത്. നെക്സ്റ്റ്, ലോകത്തിലെ ഏറ്റവും മികച്ച അധ്യാപകനുള്ള വർക്കി ഫൗണ്ടേഷന്റെ 7.2 കോടി രൂപയുടെ അവാർഡ്. ഒന്നും കൂടെ ശ്രദ്ധിച്ച് കേൾക്കുക. ലോകത്തിലെ ഏറ്റവും മികച്ച അധ്യാപകനുള്ള വർക്കി ഫൗണ്ടേഷന്റെ 7.2 കോടി രൂപയുടെ അവാർഡ് നേടിയത് ഇന്ത്യക്കാരനാണ്. ആരാണ്? ഒരു സാറാണ്. രഞ്ജിത്ത് സിംഗ് ദിസാലയാണ്. രഞ്ജിത്ത് സിംഗ് ദിസാലയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച അധ്യാപകനുള്ള ഈ ഒരു അവാർഡ് ലഭിച്ചത്. 64ാമത് സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിൽ കിരീടം നേടിയത് പാലക്കാടാണ്. 64ാമത് സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിൽ കിരീടം നേടിയത് പാലക്കാടാണ്. കർഷകരോടുള്ള കേന്ദ്ര സമീപനത്തിൽ പ്രതിഷേധിച്ച് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് തിരികെ നൽകിയ പഞ്ചാബ് നോവലിസ്റ്റാണ് ഡോക്ടർ ജസ്റ്റിസ് ജസ്വിന്ദർ. എന്താണ്? ഡോക്ടർ ജസ്റ്റിസ് ജസ്വിന്ദർ ആണ്. പഞ്ചാബി നോവലിസ്റ്റാണ്. ഇദ്ദേഹം കർഷകരോടുള്ള കേന്ദ്ര സമീപനത്തിൽ പ്രതിഷേധിച്ചിട്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് തിരികെ നൽകി. ഡോക്ടർ ജസ്റ്റിസ് ജസ്വിന്ദർ. 2022 ഫിഫ ലോകകപ്പ് ട്രോഫി അനാവരണം ചെയ്ത ഇന്ത്യൻ സിനിമാ താരമാണ് ദീപിക പദുക്കോൺ. ആരാണ്? ദീപിക പദുക്കോൺ. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ ചാൻസലറായി സംസ്ഥാന സർക്കാർ നിയമിച്ച വ്യക്തി ആര്? മല്ലിക സാരാഭായി ആണ്. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ ചാൻസലറായി സംസ്ഥാന സർക്കാർ നിയമിച്ച വ്യക്തിയാണ് മല്ലിക സാരാഭായി. ദേശീയ കാർഷിക ഗ്രാമ വികസന ബാങ്കായ നബാർഡിന്റെ ചെയർമാനായി നിയമിതനായ വ്യക്തി, ഇദ്ദേഹം മലയാളിയാണ്. ദേശീയ കാർഷിക ഗ്രാമ വികസന ബാങ്കായ നബാർഡിന്റെ ചെയർമാനായി നിയമിതനായ വ്യക്തി ഷാജി കെവി ആണ്. ഷാജി കെവി ആണ് നബാർഡിന്റെ ചെയർമാനായത്. പെറുവിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരാണ്? ദിന ബോലുവാർട്ടാണ്. ദിന ബോലുവാർട്ടാണ് പെറുവിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ്. 2022 കൊളംബിയയിൽ നടന്ന ലോക ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പില് വെള്ളി മെഡൽ ജേതാവ് ആരാണ്? മീരാഭായ് ചാനു ആണ്. മീരാഭായ് ചാനുവിനാണ് 2022 കൊളംബിയയിൽ നടന്ന ലോക ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പില് വെള്ളി മെഡൽ ജേതാവ് ആയത്. ദെൻ സുൽത്താൻ എ മെമ്മോറിയൽ എന്ന ആത്മകഥയുടെ രചയിതാവാര്? സുൽത്താൻ എ മെമ്മോറിയൽ എന്ന ആത്മകഥ രചിച്ചത് പാകിസ്ഥാൻ മുൻ ക്രിക്കറ്റ് താരം വസീം അക്രമാണ്. സുൽത്താൻ എ മെമ്മോറിയൽ രചിച്ചത് വസീം അക്രം. 2022 ടൈം മാഗസിന്റെ പേഴ്സൺ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ വ്ളാഡിമിർ സെലൻസ്കി ആണ്. കാരണം അദ്ദേഹം എന്താണ്? ഇപ്പോൾ സ്പിരിറ്റ് ഓഫ് ഉക്രൈൻ ആണ്. ഉക്രൈന്റെ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു ഇതൊക്കെയാണ് ടൈം മാഗസിന്റെ പേഴ്സൺ ഓഫ് ദ ഇയർ ആയിട്ട് വ്ളാഡിമിർ സെലൻസ്കിയെ തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പം നമ്മുടെ ഉക്രൈന്റെ നേതാവാണ് വ്ളാഡിമിർ സെലൻസ്കി. ഇദ്ദേഹമാണ് 2022 ടൈം മാഗസിന്റെ പേഴ്സൺ ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഊർജ പ്രതിസന്ധിയെ തുടർന്ന് ഇലക്ട്രിക് വാഹനങ്ങൾ നിരോധിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം സ്വിറ്റ്സർലൻഡ് ആണ്. ഊർജ പ്രതിസന്ധിയെ തുടർന്ന് ഇലക്ട്രിക് വാഹനങ്ങൾ നിരോധിച്ചു. ഇങ്ങനത്തെ ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? സ്വിറ്റ്സർലൻഡ് ആണ്. 2022 ഇന്ത്യയിൽ ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ തെരഞ്ഞ ചോദ്യമായി മാറിയത്, ഇന്ത്യയിൽ നിന്ന് ഗൂഗിളിൽ തെരഞ്ഞെടുത്ത് ഏതാണ്? IPL എന്നാണ്. IPLനെ പറ്റിയിട്ടാണ് ഇന്ത്യക്കാരെ ഏറ്റവും കൂടുതൽ ഗൂഗിളിൽ എന്ത് ചെയ്തത്? തെരഞ്ഞത്. ഉക്രൈൻ യുദ്ധത്തിനിടയിൽ ഇന്ത്യൻ പെട്രോൾ ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന രാജ്യമായി മാറിയത്. യുക്രൈൻ യുദ്ധം പ്രതിസന്ധി അറിയാലോ. ഈ സമയത്ത് ഇന്ത്യൻ പെട്രോൾ ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന രാജ്യം നെതർലാൻഡ് ആണ്. ഏതാണ്? നെതർലാൻഡ്. 2022 ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ പേർ തെരഞ്ഞ പദമാണ് ഏത്? വേർഡിൽ. ഒരു ഗെയിമാണ് വേർഡിൽ. ഏതാണ്? വേർഡിൽ എന്നത്. ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ പേർ തെരഞ്ഞ പദമാണ് വേർഡിൽ. എന്നാൽ ഇന്ത്യയിലുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ തെരഞ്ഞത് ഏതാണ്? IPL എന്നതാണ്. ദെൻ
ബാങ്ക് നിരക്കിനെ അടിസ്ഥാനമാക്കി ഏകീകൃത സ്വർണ്ണവില അവതരിപ്പിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം. ബാങ്ക് നിരക്കിനെ അടിസ്ഥാനമാക്കി ഏകീകൃത സ്വർണ്ണവില അവതരിപ്പിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡാണ്. ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. 2022 ഏഷ്യൻ അക്കാദമി ക്രിയേറ്റീവ് അവാർഡില് മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് 2022 ഏഷ്യൻ അക്കാദമി ക്രിയേറ്റീവ് അവാർഡില് മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ ബേസിൽ ജോസഫ് ആണ്. ബേസിൽ ജോസഫിനെ എല്ലാവർക്കും അറിയാലോ. കിട്ടിയ അവാർഡ് ഓർമ്മിച്ചിരുന്നാൽ മതി. 2022 ഏഷ്യൻ അക്കാദമി ക്രിയേറ്റീവ് അവാർഡ്. നമ്മൾ നേരത്തെ ക്രിട്ടിക്കൽസ് അവാർഡ്, ന്യൂയോർക്ക് ക്രിട്ടിക്കൽ അവാർഡ് പറഞ്ഞു. അത് നമ്മുടെ രാജമൗലിക്കാണ് ലഭിച്ചത്. ഇത് ഏഷ്യൻ അക്കാദമി ക്രിയേറ്റീവ് അവാർഡാണ് ബേസിൽ ജോസഫിന് ലഭിച്ചത്. 2022 64ാമത് സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിന് വേദിയായത് തിരുവനന്തപുരം, വിജയിയായത് പാലക്കാടാണ്. എത്രാമത് സ്കൂൾ കായികോത്സവമാണ് ഈ വർഷം നടന്നതെന്ന് ചോദിക്കും. 2022 നടന്നതെന്ന് ചോദിക്കും. അത് 64ാമതാണ്. അടുത്തിടെ അൽഷിമേഴ്സ് രോഗം കാരണമുള്ള സ്മൃതിനാശ സംവിധാനത്തിൽ, അതായത് അൽഷിമേഴ്സ് വരുമ്പം ഓർമ്മ നശിക്കും, ഇതാണ് സ്മൃതി നാശം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് സാവധാനത്തിലാകാൻ സാധിക്കും എന്ന് കണ്ടെത്തിയ മരുന്നിനമാണ് ലേക്കാനോമെബ്. ഏതാണ്? ലേക്കാനേമാബ് ആണ് എന്ത് ഈ അൽഷിമേഴ്സ് രോഗത്തിലുള്ള സ്മൃതിനാശം സാവധാനത്തിലാക്കാൻ സഹായിക്കുന്ന മരുന്നിനം ലേക്കാനേമാബ്. ഇന്ത്യ G20 അധ്യക്ഷ പദവി ഏറ്റെടുത്തതിന്റെ ഭാഗമായിട്ട് പ്രത്യേക സമ്മേളനങ്ങൾക്ക് വേദിയാകുന്ന 50 നഗരങ്ങളിലെ 50 ഇന്ത്യൻ നഗരങ്ങളിൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ട നഗരം ഏത്? തിരുവനന്തപുരമാണ്. G20 അധ്യക്ഷ പദവി ഏറ്റെടുത്തതിന്റെ ഭാഗമായിട്ട് പ്രത്യേക സമ്മേളനങ്ങൾക്ക് വേദിയാകുന്ന 50 നഗരങ്ങളിൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ട നഗരമാണ് തിരുവനന്തപുരം. അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനമായി ആചരിക്കപ്പെടുന്നത് ഏതാണ്? അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 3 ഡിസംബർ 3 അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനമായിട്ട് ആചരിക്കപ്പെടുന്നത്. പ്രസിദ്ധീകരിക്കപ്പെട്ടതിന്റെ 175 വാർഷികം 2022 ആചരിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ പത്രം ഏത്? പ്രസിദ്ധീകരിക്കപ്പെട്ടതിന്റെ 175ാം വാർഷികം 2022 ആചരിക്കുന്ന അല്ലെങ്കിൽ ആചരിച്ച കേരളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ്? രാജ്യസമാചാരം. 1847 ഇല്ലിക്കുന്ന് ബംഗ്ലാവിൽ നിന്നാണ് ഏതിന്റെ പ്രസിദ്ധീകരണം ആരംഭിച്ചത്? രാജ്യസമാചാരത്തിന്റെ പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ദെൻ 2022 ഡിസംബറിൽ പുറത്തു വന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് പ്രകാരം 2022 ജീവിത ചെലവിലുണ്ടായ വർധനവ് ഏറ്റവും കുറവുള്ള ലോക രാജ്യം ഏതാണ്? അത് നമ്മുടെ ഇന്ത്യയാണ്. എന്താണ്? 2022 ഡിസംബറിൽ പുറത്തു വന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് പ്രകാരം 2022 ജീവിത ചെലവിലുണ്ടായ വർധനവ് ഏറ്റവും കുറവുള്ള ലോകരാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഇന്ത്യയിലെ ആദ്യ സഹകരണ കയറ്റുമതി കേന്ദ്രം ആരംഭിക്കുന്ന കേരളത്തിലെ നഗരമാണ് കൊച്ചി. ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ കയറ്റുമതി കേന്ദ്രം, മറക്കരുത്, ഇന്ത്യയിലെ ആദ്യ സഹകരണ കയറ്റുമതി കേന്ദ്രം ആരംഭിക്കുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ്. 2022 ഡിസംബറിൽ നടപ്പു സാമ്പത്തിക വർഷത്തെ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ലോകബാങ്ക് എത്ര ശതമാനമായാണ് ഉയർത്തിയത്? 2022 ഡിസംബറിൽ നമ്മുടെ നടപ്പു സാമ്പത്തിക വർഷത്തെ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ലോകബാങ്ക് എത്ര ശതമാനമാണ് ഉയർത്തിയത്? 6.9%. എത്രയാണ്? 6.9%. തുടർച്ചയായി 4ാം വർഷവും ലോകത്തെ കരുത്തരായ 100 വനിതകളുടെ ഫോക്സ് പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യക്കാരിയാണ് നമ്മുടെ നിർമ്മല സീതാരാമൻ. ഏറ്റവും കരുത്തരായ 100 വനിതകൾ എടുത്തപ്പോൾ ആ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യക്കാരി തുടർച്ചയായിട്ട് 4ാം വർഷവും നിർമ്മല സീതാരാമനാണ്. 2022 ലോക ആയുർവേദ കോൺഗ്രസിന് വേദിയാകുന്നത് അല്ലെങ്കിൽ വേദിയായത് ഗോവയാണ്. 2022 ലോക ആയുർവേദ കോൺഗ്രസിന് വേദിയായത് ഗോവ. 2022 ഡിസംബറിൽ ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാമായി പ്രഖ്യാപിക്കപ്പെട്ടത്. 2022 ഡിസംബറിൽ ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാമായി പ്രഖ്യാപിക്കപ്പെട്ടത് ആലുവയിലെ തുരുത്ത് സീഡ് ഫാമാണ്. ആലുവയിലെ തുരുത്ത് സീഡ് ഫാമാണ്. 2023 61ാമത് കേരള സ്കൂൾ കലോത്സവത്തിന് വേദിയായത് എവിടെയാണ്? കോഴിക്കോടാണ്. വിജയിയായതും കോഴിക്കോടാണ്. അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി കറണ്ട് അഫയേഴ്സ് പഠിക്കാം. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ, അതായത് നമ്മുടെ ആപ്പ് വഴി
കറക്റ്റ് സിസ്റ്റമാറ്റിക് ആയിട്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു വ്യക്തമായ സ്റ്റഡി പ്ലാനോട് കൂടി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. അത് മാത്രമല്ല നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ഒരു കറണ്ട് അഫയേഴ്സ് ക്ലാസ് വെച്ചിട്ട് നമ്മൾ മോക്ക് ടെസ്റ്റുകൾ ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സാംസുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.